രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കനത്ത സുരക്ഷാ വലയമാണ് രാജ്യതലസ്ഥാനത്ത് തീർത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രണ്ടാമത്തെ സ്വാതന്ത്ര്യദിനം, പകൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സ്വാതന്ത്ര്യദിനം, ദില്ലി സ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിനം എന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയം ആണ് ഇപ്പോൾ ഇവിടെ തീർത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ബാരിക്കേഡുകൾ അടക്കം കാണാൻ സാധിക്കും. ഓരോ ബാരിക്കേഡുകൾ അത് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനവട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന വേദിയായ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം നിറത്തിലുള്ള കൊടികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വേദിയിലേക്ക് കടക്കുന്ന ഗേറ്റുകളാണ് ഇത് ഓരോന്നും. ആ ഗേറ്റുകളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്യാമറകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചെങ്കോട്ട പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ അത് തീർത്തിരിക്കുകയാണ്. ഏതാണ്ട് 15,000-ഓളം CRPF, RAF, ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കുന്നുണ്ട്. മറ്റന്നാൾ സ്വാതന്ത്ര്യദിനം നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം വലിയ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ശക്തമാക്കിയിട്ടുണ്ട്. ഓരോ ഓട്ടോ ഡ്രൈവർമാരെയും അടക്കം പരിശോധിച്ച ശേഷമാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. ദില്ലിയുടെ എല്ലാ പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. സ്വാതന്ത്ര്യദിനം, അതിന്റെ ആഘോഷത്തിന് തുടക്കമെന്നത് ചെങ്കോട്ടയിൽ നിന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ സുരക്ഷാ വലയം തീർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ദില്ലിയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു സുരക്ഷ ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ചെങ്കോട്ടയിലും അടക്കം ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും മറ്റന്നാൾ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇത്ര വലിയ വിവാദങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തെ കാണാൻ പോകുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ് ഇൻ റിപ്പോർട്ടർ ദില്ലി.